കനത്ത മഴയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ആറളം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് 13-ൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായവുമായി ഡിവൈഎഫ്ഐ ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യസാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെയാണ് തിങ്കളാഴ്ച പ്രവർത്തകർ കൈമാറിയത്. വെള്ളം കയറിയ വീടുകളിൽ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ സഹായം എത്തിക്കുമെന്ന് ബ്ലോക്ക് സെക്രട്ടറി PV ബിനോയ്, പ്രസിഡന്റ് KK സനീഷ് എന്നിവർ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇവിടെ 117ഓളം വരുന്ന ജനങ്ങൾ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. ഈ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ഡിവൈഎഫ് എന്ന രീതിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഞങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി. പലതരത്തിലുള്ള ചില ഏകോപനത്തിൻ്റെ പോരായ്മകളൊക്കെ തഹസിൽദാരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന സഹായം കൂടി ഞങ്ങൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കളും പിന്നെ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ, തോർത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഓഫീസർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ വെള്ളം നിറങ്ങിയാൽ ഈ ഫാമിലെ വീടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഡിവൈഎഫ്ഐ ഉണ്ടാവും. മലയോരത്തെ വിവിധ പ്രദേശങ്ങളിൽ ഉളിക്കൽ, നുച്ചിയാട്, കോക്കാട് ഉൾപ്പെടെയുള്ള മേഖലകൾ, ചാവശ്ശേരി, വെളിയമ്പുറ, കൊട്ടാരം ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇവിടെ മുണ്ടയാമറമ്പ്, കരിക്കോട്ടക്കരി മേഖലകൾ, ഇങ്ങനെ മലയോരത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള വെള്ളപ്പൊക്കം ബാധിച്ച വീടുകൾ ശുചീകരിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ പൂർത്തീകരിച്ചു. ഇന്ന് നടക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ആറളം ഫാമിലെ വീടുകൾ കൂടി ശുചീകരിച്ച് ജനങ്ങൾക്ക് സഹായം നൽകാമെന്നാണ് ഞങ്ങൾ ഉറപ്പു നൽകുന്നത്. അതോടൊപ്പം ഈ ക്യാമ്പിന് എന്താവശ്യം വന്നാലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾക്ക്, ആളുകൾക്കുള്ള എന്ത് സഹായം അഭ്യർത്ഥിച്ചാലും, ഔദ്യോഗിക സംവിധാനം അഭ്യർത്ഥിച്ചാലും അതിൻ്റെ കൂടെ ഡിവൈഎഫ്ഐ ഉണ്ടാകും. ബ്ലോക്ക് ട്രഷറർ അനീഷ് ഉളിക്കൽ, പഞ്ചായത്ത് അംഗം ബബിത തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഏജന്റ് ന്യൂസ്.